പോലീസിനെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടേണ്ടതിന്റെ കാര്യകാരണങ്ങൾ നിരത്തി മനോവീര്യം തകരാതിരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തി മുഖ്യമന്ത്രി നിന്ന് നടത്തിയ വാർത്താ സമ്മേളനം പി ശശിയെയും MR അജിത് കുമാറിനെയും ചേർത്ത് നിർത്തുന്നത് മാത്രമായിരുന്നില്ല. പിണറായി വിജയനെ പിതൃതുല്യനെന്ന് വിളിക്കുന്ന PV അൻവറിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യുന്നത് കൂടിയായിരുന്നു. സ്വകാര്യ കോളുകൾ റെക്കോർഡ് ചെയ്യുന്ന പൊതുപ്രവർത്തകൻ, ഇടതുപക്ഷ പശ്ചാത്തലമില്ലാത്തയാൾ, പറയേണ്ടപ്പോൾ പാർട്ടിയോട് പരാതി പറയാത്ത MLA, സ്വർണ്ണക്കടത്ത് കേസുകളിൽ തെറ്റായ ആരോപണം ഉന്നയിച്ചയാൾ, പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർക്കുമായി അൻവറിന്റെ പ്രതിച്ഛായയെക്കുറിച്ച് പിണറായി വിജയന് പറയാനുള്ളതെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു. ചോദ്യം ഇതാണ്: ഔട്ടായോ അൻവർ? ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. ചർച്ചയിൽ CPM പ്രതിനിധി M പ്രകാശൻ, കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചാമക്കാല, BJP പ്രതിനിധി അഡ്വക്കേറ്റ് BG വിഷ്ണു, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ്. ആദ്യം CPM പ്രതിനിധിയിലേക്കാണ്. ശ്രീ M പ്രകാശൻ, ഇന്ന് മുഖ്യമന്ത്രി കുറേ ദിവസങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം, പതിവില്ലാതെ 1.25 മണിക്കൂർ മാധ്യമങ്ങളെ കണ്ടു. ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. അതിലേറ്റവും പ്രധാനം ഭരണപക്ഷ MLA ആയ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. അൻവർ പറഞ്ഞതിനെ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളുമ്പോൾ അൻവറിന് ഇനി ഇടത് ഭാഗത്ത് നിൽക്കാൻ ഇനി പറ്റുമോ? PV അൻവറിനെ ഇനി നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇവിടെ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ ഒരു MLAയിൽ നിന്നുണ്ടാവേണ്ട രൂപത്തിലല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങളും പത്രപ്രസ്താവനയും മാധ്യമങ്ങളെ കാണലും എന്നെല്ലാമുള്ള കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അത് ഏതെങ്കിലും ഒരു മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു മുന്നണിയായാലും, ഇനിയിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയാവട്ടെ, അല്ലെങ്കിൽ NDA ആവട്ടെ, അല്ലെങ്കിൽ LDF ആവട്ടെ, ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA അദ്ദേഹം ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു കക്ഷിയോട് അതിൻ്റെ തെറ്റുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ഉന്നയിക്കേണ്ട രീതിയിലല്ല അദ്ദേഹം ഉന്നയിച്ചതെന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാനാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ LDFന് എതിരായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം അത് ആഘോഷിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ മറ്റൊരു കാര്യമില്ല. എന്നാൽ ആ ഉന്നയിച്ച വിഷയത്തോട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക് ഈ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടെന്താ? അതുമായി ബന്ധപ്പെട്ട് വിശദമായ നിലക്കുള്ള അന്വേഷണത്തിന് ഗവൺമെൻറ് ഉത്തരവിട്ടു. അത് സംബന്ധിച്ചുള്ള ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾക്കേറിയാണല്ലോ അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് SP അടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നില പോലും കേരളത്തിനകത്തുണ്ടായി. ഈ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് കേരള ഗവൺമെന്റും ആദരണീയനായിട്ട് മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു. എന്താ നിലപാട്? ഒരു നിലയിലും അന്യായത്തെ വെച്ചു പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ സംരക്ഷിക്കില്ല. ഇതാണ് ഗവൺമെന്റ് നിലപാട്. അത് കൃത്യമായ നിലക്ക് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കെല്ലാം ഇത് ഹൃദ്യമാവുന്നത്? ഇടതുപക്ഷത്തിനെതിരായിട്ട് ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ സുജിത് ദാസിനെതിരെ SP-ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ഈ മരം വെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിലല്ല. മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് പുറത്തു വന്ന ഫോൺ കോൾ, അതായത് PV അൻവർ മോശം രീതിയിൽ പുറത്തുവിട്ട, സാധാരണഗതിയിൽ സ്വകാര്യമായി സംസാരിക്കുന്ന അങ്ങനെ പുറത്തുവിടാമോ എന്ന് കൂടി മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായി പറയുന്നു, P ശശിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല. ഏറ്റവും അധികം PV അൻവർ ആരോപണം ഉന്നയിച്ചത് ആർക്കെതിരെയാണ്? P ശശിക്കെതിരെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും P ശശി കള്ളക്കടത്ത് സംഘത്തിൽ നിന്നും പങ്കുപറ്റുന്നുണ്ടോ എന്ന് സംശയിക്കണം എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ ശേഷവും, മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിന് ശേഷവും PV അൻവർ അങ്ങനെ പറയുകയാണ്. PV അൻവറിനെ ഇനി നിങ്ങൾ കൊണ്ടു നടക്കുമോ? PV അൻവറിന്റെ വായിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ തള്ളിക്കയറ്റി. അത് പരിശോധിക്കണം എന്നേ അൻവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി. P ശശിക്കെതിരെ അദ്ദേഹം ഈ പറയുന്നവരുടെ പങ്ക് പറ്റുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. നിങ്ങൾ പറയുമ്പോൾ പങ്ക് പറ്റുന്നതായിട്ട് ആക്ഷേപിച്ചു എന്ന് അത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ മന്ത്രിമാർക്കെതിരെ ഗൗരവമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉന്നയിക്കുന്നു, അതുപോലെ മറ്റാരെങ്കിലും ഉന്നയിക്കുന്നു, ഉടനെ അവരൊക്കെ രാജിവെക്കലാണോ? ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നു, ഉടനെ അയാൾ പുറത്താക്കലാണോ?
ഇവിടെ രാഷ്ട്രീയമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു സഖാവിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പാർട്ടി തീരുമാനിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നത്? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഒരാൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആക്ഷേപം, ആ ആക്ഷേപം സംബന്ധിച്ചുള്ള ബോധ്യം പ്രധാനമല്ലേ? ആ കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന്റെ ബോധ്യമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി ഇത് അത്ഭുതപ്പെടുത്തുന്നത്. ഒന്നുകിൽ നിങ്ങൾ PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകണം, അതവിടെ സംഭവിക്കുന്നില്ല. അപ്പുറത്ത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു കടുത്ത നടപടി വേണം, അതൊന്നും സംഭവിക്കുന്നില്ല. ഇതിലൊക്കെ ഒരു അസ്വാഭാവികത സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. PV അൻവറുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാടിനി എന്താണ് ശ്രീ എം പ്രകാശൻ? അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പാർട്ടി തനിക്കൊപ്പമുണ്ട് എന്ന്. പാർട്ടി PV അൻവറിനൊപ്പമുണ്ടോ ഇല്ലയോ? സാധാരണ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളെക്കാളേറെ പ്രവർത്തിക്കുന്നത് ഞങ്ങളല്ലേ. ഞങ്ങൾക്കറിയാലോ സാധാരണ ജനങ്ങൾ എങ്ങനെ ഇക്കാര്യത്തെ കാണുന്നതെന്ന്. പിന്നെ ഇതിൽ അൻവർ CPM-ന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നൊരു MLA അല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. അത് അൻവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവറിനെ നമ്മൾ ഇന്നുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ഇടതുപക്ഷ ഗവൺമെന്റ് നിൽക്കുമ്പോൾ ഇങ്ങനെയല്ല നിലപാട് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഇനി കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA കോൺഗ്രസ് ഗവൺമെന്റ് ഉള്ളപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ് ഇന്നുകൂടി അല്പം മുമ്പ് പോലും വാർത്താസമ്മേളനത്തിൽ പറയുന്നു. നിങ്ങൾ അത് അനുവദിക്കുമോ ഇല്ലയോ? ഞാൻ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടുവന്ന്. ഞങ്ങൾ അനുഭവിച്ചിട്ടാണോ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇതുവരെയുള്ള കാര്യങ്ങളല്ല ഞങ്ങളോട് പാർട്ടിയോട് അനുവാദം വഹിച്ചിട്ടാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ, വ്യക്തമല്ലേ. ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ തള്ളിയിട്ട് അദ്ദേഹം PV നമ്മുടെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പറയേണ്ട അവസരം ഉണ്ടാകുമ്പോൾ അത് പറയുമെന്നല്ലാതെ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഭാഗമായിട്ട് നിൽക്കുകയാണല്ലോ. അദ്ദേഹം നമ്മുടെ ഭാഗമായി നിൽക്കുമ്പോൾ പറയേണ്ട രൂപത്തിലും പറയേണ്ട രീതിയിലും പറയേണ്ട കാര്യങ്ങളുമാണോ അദ്ദേഹം പറയുന്നതെന്ന് ആലോചിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഇവിടുന്ന് ഇപ്പോഴും ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഞങ്ങൾ തള്ളി പറയാത്തിടത്തോളം കാലം നിങ്ങളെന്തിനാ അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നത്? ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവതരിപ്പിക്കേണ്ടത്, പറയേണ്ടത്, അത് അദ്ദേഹം കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തോട് ചോദിക്കണം. നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഈ രൂപത്തിൽ തലോടിയാണോ നിൽക്കാറുള്ളത് എന്ന സംശയം സ്വാഭാവികമാണല്ലോ ശ്രീ എം പ്രകാശൻ. അങ്ങനെയല്ലല്ലോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഞാൻ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോകുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട അതുങ്ങൾ ചോദിച്ചു വിട്ടേക്കല്ല, അതുങ്ങൾ ചോദിച്ചങ്ങ് വിട്ടേക്കല്ല. ഞങ്ങള് പ്രതിപക്ഷത്തു നിന്നുള്ള ആള് പ്രതിപക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം. രാഷ്ട്രീയ എതിരാളികളെ തിരിച്ചറിയാനുള്ള വിവേകം ഞങ്ങൾക്കുണ്ട്. അൻവർ ഞങ്ങളുടെ കൂടി വോട്ട് നേടി ജയിച്ച MLA ആണ്. അതും ഞങ്ങൾക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു അവ്യക്തതയൊന്നുമില്ല. വ്യക്തമായ ധാരണ പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. അല്ല, വോട്ട് നേടി ജയിച്ച ആ MLA പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇന്നുകൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് ശേഷവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഉപദേശിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ആ പാവത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടു നടക്കുന്നു എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ പറയാനുള്ള സ്പേസ് ഇനിയും നിങ്ങൾ കൊടുക്കുമോ? എത്രത്തോളമാണ് അൻവറിന്റെ സ്പേസ് ഇനി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അൻവറിന് ഇങ്ങനെ നിർബാധം പറഞ്ഞു മുന്നോട്ട് പോകാനാകുമോ? അതാണോ പാർട്ടിയുടെ നിലപാട്? അൻവർ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇടതുപക്ഷത്ത് തുടർന്നോട്ടെ, അങ്ങനെയാണോ നിലപാട്? ഇതായിരുന്നു ഞാൻ ചോദിച്ചത്. അല്ല, അക്കാര്യത്തിൽ നിലപാട് പാർട്ടി എടുക്കും. ഇതുവരെ നിലപാടെടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറയല്ലോ. ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നൊരു വിഷയമുണ്ടല്ലോ. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ജയിച്ച ഒരു MLA കാര്യങ്ങളെ, ആ മുന്നണി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഇങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടത്, അത് അദ്ദേഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിപ്പോ സാധാരണ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും അക്കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതല്ലേ. അപ്പൊ അത് അദ്ദേഹം ആലോചിക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നത്? അത് ഞങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ ആവശ്യം എന്താന്ന് പറഞ്ഞാൽ ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശരിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയണം. ഞാനൊന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടല്ലോ. എത്ര ദീർഘമായ വാർത്താ സമ്മേളനം. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ ശേഷം അദ്ദേഹം പോകുന്നു. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രത്യേകതയായി കോൺഗ്രസ് കാണുന്നത് എന്താണ്? ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രത്യേകതയൊന്നും കാണുന്നില്ല. അദ്ദേഹം ആരുടെയൊക്കെ തടവറയിലായിരുന്നു, അവരുടെയൊക്കെ തടവറയിൽ അദ്ദേഹം വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് പ്രശ്നം.
ഇവിടെ PV അൻവറും ആ ഗ്യാങ്ങിൽ ഒരു ഭാഗത്ത് നിന്നിരുന്നയാളാണ്. PV അൻവർ ഇപ്പോൾ ആ ഗ്യാങ്ങുമായി തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ, ചില ആരോപണങ്ങൾ, ഈ സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ശ്രീ പ്രകാശിനെ പോലെയുള്ള ഇടതുപക്ഷ എന്താ പറയുന്നത് ചാനൽ ചർച്ചയിലെ ഡിബേറ്റിൽ വരുന്ന പ്രതിനിധികളെ ഇന്ന് ഈ ചർച്ചയിൽ കാണാനായതിൽ സന്തോഷമുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയെ നേരിട്ട് ചാനൽ ചർച്ചയിൽ കാണുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി PV അൻവർ, ഞാൻ ഈ ശ്രീ പ്രകാശൻ പറഞ്ഞിടത്തു നിന്ന് തന്നെ തുടങ്ങുന്നത്, പ്രകാശൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് PV അൻവർ ആവർത്തിച്ചത്. PV അൻവർ ആവർത്തിക്കുമ്പോഴും ഇന്ന് എത്തി നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നോക്കൂ സ്മൃതി. ഒന്ന്, അദ്ദേഹം വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യം അവതരിപ്പിച്ചു. അതിനുശേഷം ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് കടന്നു വന്നപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. രണ്ടാമത്തേത് RSS നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. മൂന്നാമത് അൻവറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായ അഭിപ്രായം പറഞ്ഞു. നാലാമത് P ശശിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. അഞ്ചാമത് CPIയോടുള്ള നിലപാട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതുപോലെ തന്നെ MR അജിത് കുമാറിനുള്ള നിലപാട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഇത് എല്ലാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ, P ശശിയെയും MR അജിത് കുമാറിനെയും കൈവിട്ടുകൊണ്ടുള്ള ഒരു നടപടിക്കും താൻ തയ്യാറല്ല എന്ന് അസന്ദിഗ്ധമായി PV അൻവറിനോടും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളവരോടും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. PV അൻവർ അപ്പോഴെന്താ പറയുന്നത്? ഏറ്റവും അവസാനം വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറയുന്നത് മുഖ്യമന്ത്രി ഇവരുടെ കയ്യിലെ പാവയാണ്. മുഖ്യമന്ത്രിക്ക് സ്വന്തമായ ഒറ്റ മിനിറ്റ് ശ്രീ ചാമക്കാല. PV അൻവർ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട്, അത് മതി, ഇവിടെയൊക്കെ തന്നെ കാണും, അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല. അതിനൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. ശ്രീ M പ്രകാശൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ M പ്രകാശൻ, ഒരു വെല്ലുവിളിയുടെ സ്വഭാവമില്ലേ അതിൽ? നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന്. നിങ്ങൾക്ക് ഈ പാർട്ടിയെ വെല്ലുവിളിക്കേണ്ട യാതൊരു ആഗ്രഹമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊന്ന് പറയാമോ? എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനെ പോലൊരു പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു MLA ഒന്നും ഒരു കാരണവശാലും സാധ്യമല്ലെന്ന് ആർക്കറിയാത്തത്? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട്. അതായത് നേതൃത്വം കൈയൊഴിഞ്ഞാലും ജനങ്ങളും സാധാരണ വിശ്വാസമാണ്. ആയിക്കോട്ടെ, അതൊക്കെ ഒരാളുടെ വിശ്വാസമല്ലേന്ന്. അത് വിശ്വസിക്കുന്നതിന് പാർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കണ്ട എന്ന് എനിക്ക് അൻവറോട് പറയാൻ കഴിയുമോ? പക്ഷേ എന്താണ് ഓരോ ആളുകളും ചെയ്യുന്നത്, എങ്ങനെയാണ് വീക്ഷിക്കുന്നത്, ശ്രീ M പ്രകാശൻ. അൻവർ കോൺഗ്രസ് അല്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് സംസ്കാരം എന്ന മട്ടിൽ പറഞ്ഞത്. അൻവർ സമ്മതിച്ചു. EMS കോൺഗ്രസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതെ, EMSനോടാണ് ഇപ്പോ അൻവർ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തുന്നത്. നല്ല കാര്യം. ആര്? മുഖ്യമന്ത്രിയോ? അതിലൊന്നും പാർക്കെങ്കിലും എന്തെങ്കിലും മുഖ്യമന്ത്രി എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുന്നല്ലേ? ശരി, ഞാൻ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോകുന്നു. ശ്രീ ചാമക്കാല, ഇപ്പോഴത്തെ അൻവറിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നോക്കിയിട്ട് വേണം ഈ വിഷയത്തിലുള്ള പ്രതികരണം. ശ്രീ ചാമക്കാല, ഞാൻ നോക്കിയിരുന്നു, അത് കുറച്ച് മുമ്പേ വന്നതാണ്. 6 മിനിറ്റ് ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ PV അൻവർ ഇതിലൂടെ എന്താ അവസാനം പറയുന്ന വാചകം? എന്നെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാനാകില്ല എന്നല്ലേ വായിക്കേണ്ടത്? താങ്കളൊന്ന് വായിച്ചത്? അതെ, ഇതാണ്. എന്നെ ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന് പറയുന്നത് അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല. ബാക്കിയോട് വായിക്കേ. ആരും ഒരു ചുക്കും ചെയ്യാനില്ല. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ആർക്കെതിരായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്? ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. മുഖ്യമന്ത്രിയാണ് PV അൻവറിനെതിരായിട്ടുള്ള കമന്റ്സ് നടത്തിയിട്ടുള്ളത്. അത് വളരെ ഗൗരവമുള്ള ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി നിങ്ങൾ എന്നെ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല, ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനിയും പാർട്ടി പറയുന്നു ഞങ്ങൾ ആലോചിക്കട്ടെ, എടുക്കട്ടെ, തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അവിടെയാണ് പ്രശ്നമേ. അവിടെയാണ് ഈ പാർട്ടി മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള സങ്കീർണതകൾ പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? രണ്ട് ഭാഗത്തും മുഖ്യമന്ത്രി താലോലിച്ചിരുന്ന രണ്ട് വിഭാഗങ്ങൾ, ഇവരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോരുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ താളം തെറ്റുന്നു. PV അൻവർ ഇതിനകത്ത് യുദ്ധപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. PV അൻവറെ തള്ളിയാൽ PV അൻവർ പലതും വിളിച്ചു പറയേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് താങ്ങാനാകില്ല.
ADGP തള്ളിയാൽ ADGP അതിനേക്കാൾ കൂടുതൽ വിളിച്ചു പറയും. ADGP തള്ളാനും അദ്ദേഹത്തിനാകില്ല. P. ശശിയെ പിന്നെ പൊളിറ്റിക്കലാണ്, ഒരു കാരണവശാലും തള്ളില്ല. അത് അദ്ദേഹത്തിൻ്റെ പിന്നെ രാഷ്ട്രീയമായ തീരുമാനമായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നുള്ള ആരോപണങ്ങൾ നമ്മളെന്താ കൃത്യമായി മനസ്സിലാക്കേണ്ട സ്മൃതി? നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്യുന്നു. ഈ 2016 ശേഷം ഇവിടെ ഈ സംസ്ഥാനത്തെ നിയമവിരുദ്ധ കാര്യങ്ങളുടെ ഹബ്ബായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു എന്ന് ഞങ്ങളാരുമല്ലോ പറഞ്ഞു. ഞങ്ങൾ കുറേ കാലമായി പറയുന്നുണ്ട്. ഞങ്ങളാരും പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. ഏറ്റവും അവസാനം ഭരണപക്ഷത്തെ MLA തന്നെ പറയുന്നു, എല്ലാ നിയമവിരുദ്ധ കാര്യങ്ങളുടെയും എല്ലാ ഉപജാപ സംഘങ്ങളുടെയും കേന്ദ്രമായി ഹബ്ബായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു. ഇത് ഇന്നലെ തുടങ്ങിയാലല്ലോ. ശിവശങ്കർ ജയിലിൽ കിടന്നില്ലേ? എന്തിൻ്റെ പേരിലായിരുന്നു? ഇതിനകത്തെല്ലാം ഒരു സ്വർണത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നേ. ഇതിനകത്തെല്ലാം സ്വർണത്തിൻ്റെ എലമെന്റ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സ്വർണ്ണക്കടത്തായാലും സ്വർണ്ണ പൊട്ടിക്കലായാലും സ്വർണം വീണ്ടും എയർപോർട്ടുകൾ വഴി കടത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഭീകരന്മാരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ സംഘങ്ങൾ, ഗൂഢസംഘങ്ങൾ, നൊട്ടോറിയസ് ക്രിമിനൽസ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വീഴ്പലക്കലുകൾ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി ഇന്ന് ഘോര സംസാരിച്ചല്ലോ. നമുക്കൊരു ഉദാഹരണം എടുക്കാം. പൂരം കലക്കൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ആ പൂരം കലക്കലിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണങ്ങൾ വിശ്വസിക്കത്തക്കതാണോ? അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്, ഈ വർഷം ഏപ്രിൽ മാസം 21-ാം തീയതി പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ഞാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ADGP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ADGP തന്നെയാണ് ആ പൂരം കലക്കൽ നടത്തിയിട്ടുള്ളത്. നമുക്ക് വളരെ വ്യക്തമാണ്. പല എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്. എന്നിട്ടോ 5 മാസം കഴിഞ്ഞിട്ടും അത് കിട്ടാതെ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 1 ദിവസം കൊണ്ട് തന്നെ റിപ്പോർട്ട് ഈ മറുപടി കൊടുത്തതിൻ്റെ പേരിലാണെന്ന് പറയുന്നു. 30 ദിവസത്തിനകം കൊടുത്താൽ മതിയായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് വിവരാവകാശ നിയമപ്രകാരം മറുപടി 1 ദിവസം കൊണ്ട് കൊടുത്തതെന്നൊക്കെയാണെന്ന് കാരണമെന്ന് ഞാൻ കേൾക്കുന്നു. ഏതായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെന്താ, ഇതിനെ സംബന്ധിച്ച് 5 മാസം ആയപ്പോൾ 4.5 മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ മുമ്പിൽ ഒരു റിപ്പോർട്ട് വന്നു, ഇനി സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ അടുത്ത 24-ാം തീയതി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മറുപടിയാണോ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്? ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് പിന്നെ എന്താ പറയുക, തൃശ്ശൂർ പൂരം പോലെയുള്ള കേരളീയ സമൂഹം ഏറെ പിന്നെ ആഘോഷിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അത് കലക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചല്ലേ മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തോട് പച്ചക്കള്ളം പറഞ്ഞത്? അപ്പോൾ ആ അന്വേഷണം അന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ തീർന്നു. ഇവിടെ PV അൻവർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരികയും RSSുമായിട്ടുള്ള ബന്ധമൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും അത് പൊടി തട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന കാര്യം നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്, എനിക്ക് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ നടപടിയെടുക്കൂ. ആർക്കെതിരെ? ADGPക്കെതിരെ. എന്തിനെ സംബന്ധിച്ചാണ്? RSSുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച്. RSS നേതാക്കന്മാരെ ശേഷമാണ് ജ്യോതികുമാർ ചാമക്കാല ADGP വീണ്ടും സമയം തേടിയത്, റിപ്പോർട്ട് നൽകാൻ അല്പം കൂടി സമയം സാവകാശം തേടിയതെപ്പോഴാണ്? അദ്ദേഹം ആരോപണ വിധേയനായ ശേഷമാണ്. അപ്പോഴും അദ്ദേഹം തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്നുള്ള ആലോചന ഉണ്ടാവുകയാണ്. ഞാൻ അതാ പറഞ്ഞതേ, അതാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ഏപ്രിൽ മാസം 21-ാം തീയതി പറഞ്ഞ ഏപ്രിൽ മാസം 28-ാം തീയതിക്കകം അതിന്മേൽ തീരുമാനമെടുക്കുന്നു? ഏപ്രിൽ മാസം 28-ാം തീയതിക്കകം റിപ്പോർട്ട് കിട്ടുമെന്നും അതിനെ സംബന്ധിച്ച് ഞാൻ കൃത്യം ഒരു ആഭ്യന്തരമന്ത്രിയല്ലേ പറഞ്ഞത്? ഒരാഴ്ചക്കകം താൻ റിപ്പോർട്ട് മേടിച്ച് അതിന്മേൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് കേരളീയ സമൂഹത്തോടല്ലേ? ഈ തൃശ്ശൂർ പൂരം പിന്നെ പൂരത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളോടല്ലേ? എന്തായി അവസാനം? എന്തുകൊണ്ടാണ് ഇപ്പോൾ കടന്ന് ഉരുണ്ട് കളിക്കുന്നത്? അടുത്ത ചോദ്യം ഇതാണ്. ADGP RSSന്റെ നേതാക്കന്മാരെ കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് അന്വേഷിക്കാനാണെന്നേ? നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്താണ്? CPM പോലെ ഇടതുപക്ഷം സംസ്ഥാനം ഭരിക്കുമ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ക്രമസമാധാന ചുമതല ഉള്ള ADGP നേരിട്ട് പോയി RSS നേതാക്കന്മാരുമായി കണ്ടതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമെന്ത്? അത് അന്വേഷിച്ച് തീരുമാനിക്കാം, അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ക്രൈമല്ലല്ലോ. അതൊരു ക്രൈമിന്റെ പരിധി വരുന്നതല്ലോ. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് അതിനകത്ത് ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ കാലാകാലങ്ങളിൽ പറയുമല്ലോ, ഞങ്ങളാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ, എന്നിട്ട് നിങ്ങൾ പിൻവാതിലൂടെ നിങ്ങൾ തമ്മിൽ ബാന്ധവമല്ലായിരുന്നോ? ഇന്നും വേറെ എന്തൊക്കെയോ ബുക്കുകൾ എടുത്ത് വെച്ച് വായിക്കുന്നുണ്ടായിരുന്നല്ലോ. അദ്ദേഹം 77-ൽ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചത് എങ്ങനെയാ? ജനസംഘത്തിന്റെ പിന്തുണയോടല്ലേ? അപ്പോൾ ഞങ്ങളെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടത് മറുപടിയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്താണ്? RSS നേതാക്കന്മാരെ തുടർച്ചയായി ADGP കണ്ടതുമായ രാഷ്ട്രീയ തീരുമാനം എന്താണ്? പിന്നെ അൻവർ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് അൻവറിന് കൊടുക്കുന്ന മറുപടി എന്താ? അൻവർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പറയുമ്പോൾ അൻവറിന് കൊടുക്കുന്ന മറുപടി എന്താണ്? അൻവർ ഈ സ്വർണ്ണക്കടത്തിനെ തടയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കുന്നു.
സ്വർണ്ണക്കടത്ത് കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഒരു തരത്തിൽ അവരുമായി ബന്ധമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് PV അൻവറിന്. അതെ, നോക്കൂ ഒന്നുകൂടി നോക്കിയിട്ടുള്ളൂ. CPIയെ സംബന്ധിച്ച് നമ്മൾ അതോട് പറഞ്ഞു പോകണല്ലോ, രാഷ്ട്രീയമല്ലേ. ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ഉള്ളവർ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് നിലപാടുണ്ട്, ഇങ്ങനെ ഒരു ADGPയെ ആ സ്ഥാനത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അസാധ്യമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയൂന്നാണ്. ഇന്നലെ എന്താ പറയുന്നത്? ഈ RTI പ്രകാരമുള്ള മറുപടി കൊടുത്തതിന് നിമിഷം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തല്ലോ. ഇനി നിങ്ങളെ ആ പദവിയിൽ നിന്നും മാറ്റി നിർത്താനല്ലേ പറഞ്ഞത്? അതിന് പോലും കഴിയാതിരിക്കുന്നു. ആ ഘടകകക്ഷിയിലെ മുഴുവൻ നേതാക്കന്മാരും പറയുന്നു, CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയാതെ പറയുന്നു, LDFന്റെ കൺവീനർ പറയാതെ പറയുന്നു, ഈ ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന്. എന്തേ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല? ഇപ്പോഴും പറയുന്നത് റിപ്പോർട്ട് വരട്ടെ എന്നാ. എന്ത് റിപ്പോർട്ടാണ് നിങ്ങൾ കാക്കുന്നത്? അപ്പോൾ CPI ഉൾപ്പെടെ ഘടകകക്ഷികളെ ഉൾപ്പെടെ LDFിലെ മുഴുവൻ നേതാക്കന്മാരെയും ഒരു മൂലക്കിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് മാത്രം നോക്കൂ. ഞാൻ വെറുതെ പറഞ്ഞു പോയതല്ല, പ്രകാശൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ വരുന്നതിനെ കുറിച്ച്. മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തി നിലപാട് പ്രഖ്യാപിച്ചപ്പോ ആ നിമിഷം മുതൽ LDFന്റെ ചാനൽ ചർച്ചയിൽ വരുന്ന ഡെലിഗേറ്റ്സ് അവർ വന്നു തുടങ്ങി. പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഡെലിഗേറ്റ്സ് ആരും വരുന്നില്ല, അവരുടെ പാനലുള്ളവർ വരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എല്ലാവരും കീഴടങ്ങിയിരിക്കുന്നു. മുന്നണി കീഴടങ്ങിയിരിക്കുന്നു, പാർട്ടി കീഴടങ്ങിയിരിക്കുന്നു, പോലീസ് കീഴടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നതിന് തിരുവായ്ക്ക് എതിർവായില്ല. അവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ ഒരു വാചകം കൂടിയുണ്ട്. അവിടെയാണ് ഇന്നിപ്പോൾ PV അൻവർ വെല്ലുവിളിക്കുന്നത്. ഞാൻ സാധാരണക്കാരായ പ്രവർത്തകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ ഇതിനെതിരായി പോരാടും, എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറയുന്നത്. അവിടെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇത്തരത്തിൽ CPMന്റെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുമ്പോൾ, പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ഇവിടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ADGP പോയി ഇത്തരത്തിലുള്ള RSSന്റെ നേതാക്കന്മാരെ കണ്ടു എന്ന് പറയുന്നത് CPMൽ വിശ്വസിക്കുന്ന CPMന്റെ അനുഭാവികളായ പ്രവർത്തകർക്ക് പോലും പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ PV അൻവറിന്റെ ആത്മവിശ്വാസം. അത് ഏത് ഘട്ടം വരെ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. BG വിഷ്ണു, BJPയെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം നടത്തിയ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് തൃപ്തി തരുന്നതാണോ? പ്രത്യേകിച്ച് RSSുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച, അതൊക്കെ അന്വേഷണം നടത്തിയ ശേഷം തീരുമാനം വരും എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിനൊരു സാധാരണഗതിയിൽ RSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കൃത്യമായ നിലപാടും പ്രതികരണം ഉണ്ടല്ലോ, അത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കണ്ടില്ല, ഈ വിഷയത്തിൽ കാണുന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ആരോപണ വിധേയരെ മാറ്റി നിർത്തിക്കൊണ്ടുവേണം അന്വേഷണം മുന്നോട്ട് പോകാൻ എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? മഹാമനസ്കനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാനായ ശശിയോടും MR അജിത് കുമാറിനോടും സദയം ക്ഷമിച്ചിരിക്കുകയാണ്. കാരണം അവരൊന്നും തെറ്റുകാരല്ലെന്നും ആരോപണം ഉന്നയിച്ചവർ മാത്രമാണ് തെറ്റുകാരെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അൻവറെ LDFന്റെ MLA എന്ന നിലയിൽ രാജി മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെടണമല്ലോ, തെറ്റാണ് പറഞ്ഞതെങ്കിൽ. പക്ഷേ ഇവിടെ അൻവറിന്റെ രാജി ആരോപണം മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അൻവറിനെയും അജിത് കുമാറിനെയും P ശശിയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി കൈക്കൊണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നു? DGP ആയിരുന്ന സെൻകുമാറിനെതിരെ എന്ത് നിലപാട് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു? അടുത്ത് ജേക്കബ് തോമസിനെതിരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇങ്ങനെ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അവരെയൊക്കെ DGP സ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത പിണറായി വിജയന് ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മേൽ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം, MR അജിത് കുമാറിനെയും P ശശിക്കെതിരായി ഏതെങ്കിലും ഒരു ചലനത്തിന് മുഖ്യമന്ത്രി തുടർന്നാൽ ആദ്യം തെറിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കസേരയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. കാരണം പല കള്ളക്കടത്ത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും അധോലോക സംഘങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ കേരളത്തിലെ പോലീസിനെയും അധോലോക സംഘങ്ങളുടെയൊക്കെയും ഇടനിലക്കാരായി പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ശശിയുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. അഡ്വക്കേറ്റ് BG വിഷ്ണു, 1.5 മണിക്കൂർ ചർച്ച നടത്താൻ, 3 തവണ ചർച്ച നടത്താൻ പ്രധാനപ്പെട്ട നേതാക്കൾ
അല്ല, RSS നേതാക്കന്മാരെ വിവിധ സമൂഹത്തിൽപ്പെട്ട IAS-കാരും IPS-കാരും DGP-മാരും റിട്ടയർഡ് DGP-മാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും തലസ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കാണുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവരുടെ പ്രൊമോഷൻ, അവരുടെ അടുത്ത പോസ്റ്റ്, ഇതൊക്കെയാണ് RSS തീരുമാനിക്കുന്നത്. എന്തുദ്ദേശത്തെ അല്ല, RSS ഒന്നും തീരുമാനിക്കാനല്ല. RSS നേതാക്കന്മാരെ സ്വതന്ത്രമായി ആർക്ക് വേണമെങ്കിലും കാണാനുള്ള സാഹചര്യമുണ്ട്. അല്ലാതെ RSS നേതാക്കന്മാരെല്ലാം കടക്കു പുറത്തെന്ന് പറയുന്നവരല്ല. അവർക്ക് ആർക്ക് വേണമെങ്കിലും കാണാൻ കഴിയും. പക്ഷെ അവർക്ക് എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അല്ലാതെ ഞങ്ങളാരെ അങ്ങോട്ട് പോയി കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ. പക്ഷേ ADGPക്കെതിരെ സെൻകുമാറിനോടുള്ള നിലപാട് എന്തുകൊണ്ടില്ല എന്ന ആരോപണം വരുമ്പോൾ അതിൽ പറയപ്പെടുന്ന ഒരു വിമർശനം ഇതാണ്: മുഖ്യമന്ത്രിയും BJP അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും RSSനും ഇടയിലുള്ള ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണ് ഈ ADGP എന്നുള്ളതാണ് ആരോപണം. അതിനെ BJP എന്താണ് അതിന് മറുപടി? BJPക്ക് സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇഞ്ചോടിഞ്ച് പോരാടിയും ചോരവീണുമാണ് കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളർന്നു കയറിയത്. ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ ഒരു ADGPയുടെയോ ഒത്താശ ഞങ്ങൾക്ക് ആവശ്യമില്ല. 2% വോട്ടില്ലാത്ത കാലഘട്ടത്തിൽ പോലും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസ്സുകാരോടും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് പോരാടി നിന്നുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് ഇവിടെയൊന്നും ഒരു ഒത്താശയും വേണ്ട കേരളത്തിൽ പ്രവർത്തിക്കാൻ. ഞങ്ങൾക്ക് മുന്നിൽ ഇവരൊന്നും ഒന്നുമല്ലാതായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, അന്ന് നിന്നിട്ടുള്ളത്. അന്ന് ഞങ്ങൾക്ക് നിലപാടുണ്ടായിരുന്നു. 2 MP-മാരുള്ള കാലഘട്ടത്തിലും 2% വോട്ട് പോലും ഒരു പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയെയും അവരുടെ ആശയങ്ങളെയും നഖശികാന്തം നിർത്ത് അവരോടൊപ്പം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാത്ത ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലിദാനികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ എത്രയോ പ്രവർത്തകന്മാരെ അവർ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. ആ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ ഒത്തുതീർപ്പിന് പോയി എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അതങ്ങ് മടക്കിക്കൂട്ടി കയ്യിൽ വെച്ചാൽ മതി. അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ വിലപ്പോകാൻ പോകുന്നില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി ദുർബലനായിട്ടുണ്ട്. കാരണം കേരളത്തിൽ അധോലോക സംഘങ്ങളുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തിയിട്ടുണ്ട്. CPM-നുള്ളിൽ വലിയ പടപ്പുറപ്പാടുണ്ട്. ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ PP അൻവർക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. അപ്പോൾ ഇന്ന് അവരുടെ വലിയൊരു ആഭ്യന്തര പോര് CPM-നുള്ളിൽ നിലനിൽക്കുന്നുകൊണ്ടാണ് ഇത്രയും ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചെങ്കിലും ചാനലിൽ വന്നിരിക്കാൻ ഒരു CPM നേതാവും ധൈര്യം കാണിച്ചില്ലല്ലോ അതിന് മറുപടി പറയാൻ. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വന്നപ്പോൾ മാത്രമാണ് അവർക്ക് വരാനുള്ള ധൈര്യം കിട്ടിയത്. അപ്പോൾ ഇതിൽ വലിയൊരു പോര് ഉള്ളിൽ നടക്കുന്നു. ആ പോരിന്റെ ഭാഗമായി നടക്കുന്ന ഈ പങ്കിടലുമായി ബന്ധപ്പെടുന്ന തർക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഒരുമിച്ച് നിന്ന് കൊള്ളവിഹിതം പങ്കുവച്ചിരുന്നവർക്ക് ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് ഇതെല്ലാം വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്നത്. മുഖ്യമന്ത്രി അൻവർ പറഞ്ഞതെല്ലാം നിഷേധിക്കുമ്പോൾ എന്തുകൊണ്ട് അൻവറെ പുറത്താക്കുന്നില്ല? അല്ലേ, RSS ADGP കൂടിക്കാഴ്ചയാണല്ലോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം. അതിപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടു വന്നവരുടെയൊക്കെ നടപടിയെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ആരെയും അങ്ങോട്ട് പോകാറില്ലല്ലോ കാണാൻ വേണ്ടി. ഞങ്ങളെ കണ്ടു വന്നവർക്കെതിരെയെല്ലാം ഞങ്ങൾ നടപടിയെടുക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലല്ലോ പ്രശ്നം. ഇവിടെ മാഫിയാബന്ധവുമാണ്. അല്ലാതെ RSS നേതാക്കളെ കാണുന്ന നിയമവിരുദ്ധമാണോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാണോ? അല്ലല്ലോ സ്മൃതി. RSS നേതാക്കന്മാരെ ഇവിടെ ആർക്കും കാണാൻ കഴിയും. അതിനല്ല നടപടിയെടുക്കേണ്ടത്. നടപടി പ്രവൃത്തിയുടെ പേരിലാണ്. അനധികൃതമായ സ്വത്ത് സമ്പാദന കേസിൽ, അധോലോക ബന്ധങ്ങളുമായുള്ള പ്രവർത്തനത്തിൽ, സ്വർണ്ണക്കള്ളക്കടത്തിൽ, ഇതിലാണ് നടപടിയെടുക്കേണ്ടത്. RSS നേതാക്കന്മാരെ കണ്ട് നടപടിയെടുക്കാനാണെങ്കിൽ ഈ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും വീട്ടിലിരിക്കേണ്ടി വരും. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, നേതാക്കന്മാർ ബംഗാളിലാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ RSS കാര്യാലയത്തിൽ എത്തുന്നത്. ശ്രീ ദാമോദർ പ്രസാദ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണം ആരോടൊക്കെയാണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. PV അൻവറിന് വേണമെങ്കിൽ പാർട്ടിയിൽ പറയാമായിരുന്നു, PV അൻവറിന് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറയുന്നു, ശബ്ദരേഖ പുറത്തുവിടുന്നു. ഇതൊന്നും ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. PV അൻവറിന് ഒരു ഇടത് രീതിയല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുകൂടി പറയുകയാണ്. പൂർണ്ണമായും PV അൻവറിനെ ഇതിനകം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അങ്ങനെയെങ്കിൽ PV അൻവറിന് മുന്നിൽ ഇനി എന്താണ്? നമ്മുടെ ശ്രീനാരായണഗുരുവിനെ വളരെ ആദരവോടെ ഓർക്കുന്ന ദിവസത്തെ 2 പത്രസമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ 2 പത്രസമ്മേളനങ്ങളിൽ നവോത്ഥാനമൊന്നുമില്ല ചർച്ച ചെയ്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളാണല്ലോ. അപ്പോൾ അത്ര ദാരുണമായ അവസ്ഥയിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രീതിയിൽ പങ്കുവഹിച്ച ഒരു ലോകത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കാണുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ ആ പോയിൻ്റൊന്നും എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരുപക്ഷെ കോൺഗ്രസ് ജ്യോതികുമാർ അത് പറയുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ കോൺഗ്രസ് അല്ലാത്ത ഞാൻ പറയും അത്
രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ് പാരമ്പര്യം പി എൻ പറഞ്ഞ മുഖ്യമന്ത്രി കണ്ടില്ലല്ലോ, എൻഡോഴ്സ് ചെയ്യല്ലേ ചെയ്തത്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുക തന്നെയാണ് ചെയ്തത്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ ഒരു പൗരസമൂഹത്തെ പ്രതിനിധിയിൽ അത് നമ്മുടെ സമയം ഒരു സംസ്കാരത്തിൽ നിലനിൽക്കുന്ന ആൾക്കാർ സമയം അത് വളരെ അധിക്ഷേപകരമായ പ്രസ്താവനയായിരുന്നു. അത് എൻഡോഴ്സ് ചെയ്യല്ലേ ചെയ്ത്. രാഹുൽ ഗാന്ധി DNA പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്, എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അന്ന് ഈ കോൺഗ്രസ് സംസ്കാരത്തെക്കുറിച്ച്, കോൺഗ്രസ് സംസ്കാരം എന്നുള്ള എത്ര മോശപ്പെട്ട സംസ്കാരമെന്നും അഭിപ്രായം എനിക്കില്ല. കാരണം അതൊരു പ്രത്യേക ഓപ്പൺനെസ് ഉണ്ട്. ദേശീയവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഓപ്പണായിട്ട് കാര്യം ഡിബേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതല്ല ലെനിനിസ്റ്റ് പാർട്ടി ലൈൻ, ഇടതുപക്ഷം എന്നല്ല, ലെനിനിസ്റ്റ് പാർട്ടി ലൈൻ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് സംസാരിക്കുക, അതിൻ്റെ അകത്ത് പറയുക. നമുക്കറിയാം നമ്മളതിൻ്റെ അകത്ത് നടക്കുന്ന പല വിവാദങ്ങൾ പുറത്തു വരില്ല. അത് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു വിഷയം വന്നാൽ അത് അവർ തന്നെ പരിഹരിക്കുക. അത് പക്ഷേ പോലീസ് അറിയേണ്ട കാര്യം അല്ലെങ്കിൽ പുറത്ത് അറിയേണ്ട കാര്യമാണ് പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് അതിൻ്റേതായ മെക്കാനിസം ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ ഡെമോക്രസിക്ക് സംബന്ധിച്ചുള്ള ശരിയല്ലാത്ത കാര്യമാണ്. പക്ഷേ നേരെ മറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർ ഓപ്പണായിട്ടായിരിക്കും ഇത്രയും ഡിബേറ്റ് ചെയ്യുക. ആ ഒരു വഴി അൻവർ എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് ഭാഗമല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് നിലമ്പൂർ MLA-ക്കാളും പരമപ്രധാനം. ആ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നടന്ന ഒരു സീരീസ് ഓഫ് കോൺട്രവേഴ്സി, സീരീസ് ഓഫ് അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം CM-ഉം CMO-യും അസേർട്ട് ചെയ്ത ആദ്യത്തെ ദിവസമാണ്. അതിനുള്ള പ്രധാനപ്പെട്ടതാണ് ആ അസേർഷൻ എന്ന് പറയുന്നത്. തള്ളിക്കളയാനാണ് ചെയ്തിട്ടുള്ളത്. PV അൻവറിൻ്റെ ഒന്ന് ആരോപണം, ഫോൺ ചോർത്തലിനെ കുറിച്ച് ആരോപണം പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാം. വളരെ വേറെ എന്താ പറയുക, പെഗാസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണം നിങ്ങൾക്കറിയാം. മാധ്യമങ്ങൾ വേണ്ട പോലെ ചർച്ച ചെയ്ത പോലെ എനിക്ക് സംശയമുണ്ട്. ഫോൺ ചോർത്തൽ വളരെ ഗുരുതരമായ ആരോപണം. ഇന്നത്തെ പത്രസമ്മേളനത്തിലും PV അൻവർ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഇൻ്റർസെപ്ഷൻ ടെക്നോളജിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു. ഗവർണർ അൻവറിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ഫോൺ ചോർത്തലെ ബന്ധപ്പെട്ട് അത് പരിശോധനയ്ക്ക് വിധേയമാണ്, ഗൗരവമായ വിഷയമാണ് മുഖ്യമന്ത്രി പറഞ്ഞു. 2 RS നേതാക്കളെ കാണാൻ പോയത് എന്തിനും ലോ ആൻഡ് ഓർഡർ കൈകാര്യം DGP കാണാൻ പോകുന്നുള്ള പ്രശ്നം ചീഫ് മിനിസ്റ്റർ പറയാൻ ബാധ്യതയുണ്ട് ഒരു അർത്ഥത്തിൽ. കാര്യം ലോ ആൻഡ് ഓർഡർ കൈകാര്യം DGPക്ക് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ലല്ലോ. RS ഒരു സാംസ്കാരിക സംഘടന, അവർ ആവശ്യപ്പെടുന്നു, കേന്ദ്ര ഇതിനെ പിന്തുണയ്ക്കുന്നവർ, അവർ കാണാൻ പോകേണ്ട ആവശ്യം എന്താണുള്ളത്? ആ കാര്യം വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. അത് അവരുടെ ഘടകകക്ഷികൾക്ക് തന്നെ ബോധ്യപ്പെടാത്ത കാര്യമാണ്, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാത്ത കാര്യം. എന്തിനാണ് കാണാൻ പോയെന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയം വളരെ ഗൗരവമാണ്. അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെയാണ് ഞാൻ വിലവയ്ക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞാണ് ചീഫ് എക്സിക്യൂട്ടീവാണ് സ്റ്റേറ്റിൻ്റെ, അത് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞത് അനധികൃതമായ പരാതികളായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി വരുന്നു, അതൊന്നും നിയമവിരുദ്ധമായതുകൊണ്ടോ അല്ലെങ്കിൽ നിയമത്തെ അനുസൃതമല്ലാണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിനെ പണി ചെയ്യുന്നതാണ് പറഞ്ഞത് എന്നത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അത് നിസ്സാരമായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. എന്ന് വെച്ചാൽ നിയമാനുസൃതമല്ലാത്ത പല കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടി അവിടെ വരുന്നു. ആര് വരുന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് വ്യക്തമാണല്ലോ. രണ്ടാമത്തെ കാര്യം, സ്വർണ്ണക്കള്ളക്കടത്ത് നിങ്ങൾ ആ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് കേൾപ്പിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. പറയുന്നത് ചീഫ് മിനിസ്റ്റർ നേരിട്ട് പേര് പറയില്ലെങ്കിലും സൂചിപ്പിക്കുന്ന എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സെഡീഷൻ ഡിസഫെക്ഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രാജ്യദ്രോഹം അല്ലാണ്. ഈ രാജ്യദ്രോഹം ഗുരുതരമാണ്, നമ്മുടെ സാമ്പത്തികം അസ്ഥിരപ്പെടുന്ന രാജ്യദ്രോഹമാണ്. അതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാചകം. അതെ എന്ന് പറയുന്നില്ല. അപ്പോൾ പരിപൂർണമായി മുഖ്യമന്ത്രി PV അൻവറിൻ്റെ ആർഗ്യുമെൻറ്റ് തള്ളുകയാണ്. പരിപൂർണമായി തള്ളുക മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഉത്തരവായി ഇന്ന് ഞാൻ വേണമെങ്കിൽ പാർട്ടിയുടെ നേതാവ് നിലയ്ക്ക് പറയാമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നില്ല. ആ നിലയിൽ പരിപൂർണമായിട്ടും അൻവറിൻ്റെ അഭിപ്രായങ്ങളെ തിരസ്കരിക്കുകയും തള്ളുകയും ചെയ്യുകയാണ് എന്ന് നമ്മുടെ മുമ്പിൽ കണ്ടു. ആ യാഥാർത്ഥ്യം നമ്മൾ മുന്നിലുണ്ട്, അത് നമ്മൾ വില വെക്കണമെന്ന അഭിപ്രായം. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട CPM-ൻ്റെ പ്രതിനിധി പ്രകാശൻ മാഷ് വന്നിട്ട് ഇപ്പോഴും ഒരു അപേക്ഷ പോലെയാണ്. അൻവർ എങ്ങനെയായിരുന്നു പറയേണ്ടത്, അൻവർ അങ്ങനെയാണോ പറയേണ്ടത്? ചീഫ് മിനിസ്റ്റർ പച്ചയ്ക്ക് തള്ളിയ കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ മാർക്സ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികൾ സംഭവം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ശരിയായിരിക്കാം, ഞാനങ്ങനെ സ്ഥിരമായിട്ട് ചാനൽ ചർച്ച കണ്ടില്ല എന്നുകൊണ്ടായിരിക്കാം ആദ്യമായിട്ടേ പ്രതിനിധി. പക്ഷേ ചീഫ് മിനിസ്റ്റർ അസേർട്ടീവായിട്ട് പ്രസംഗിക്കുക, എന്തിനാണ് ഇത്ര പേർക്ക് താഴ്മയോട് പെരുമാറേണ്ടത്? അൻവറിനെ തിരസ്കരിച്ചുകൂടെ? എന്തുകൊണ്ട് തള്ളിക്കൂടെ? അപ്പോഴാണ് അൻവർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ. നമുക്ക് കക്ഷി രാഷ്ട്രീയം നമ്മുടെ പൊളിറ്റിക്കലായിട്ട് കാര്യം പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് പലരും എന്നെ പിന്തുണയ്ക്കുന്നു, അത് ആരൊക്കെയായിരിക്കും? അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക വിഭാഗീയത ഉടലെടുത്തുണ്ടോ എന്ന കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം ശ്രദ്ധയുന്നുണ്ടാവും. പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് പരാതി നിന്ന് അന്വേഷിക്കും. ഇന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു, ഒരു അന്വേഷണവും ഇല്ല, ഒരു അന്വേഷണം ആവശ്യമില്ല, അവജ്ഞയോടെ തള്ളിക്കളയുന്നതാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം അൻവറിൻ്റെ മറുപടി, അൻവറിനൊരു LDF-ൻ്റെ കൂടെ നിൽക്കുന്നൊരു MLA-ക്ക് മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ പറ്റൂ? അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യം, പരിണതപ്രജ്ഞനായ കേരളത്തിലെ ഏറ്റവും അദ്വിതീയനായ CPM-ൻ്റെ നേതാവായിട്ടുള്ള, ഇപ്പോൾ എന്താ വിമർശനം ഉണ്ടായിരിക്കാം, പക്ഷേ വലിയ സ്റ്റേച്ചറിൻ്റെ നേതാവാണ്. ആ സ്റ്റേച്ചറിൻ്റെ നേതാവിനെ കുറിച്ച് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അത് പാവം എന്നാണ് വിളിച്ചു കേട്ടത്. അദ്ദേഹം ഇത്രയും എഫിഷ്യൻ്റായിട്ടുള്ള, ഇത്രയും അനുഭവമുള്ള, അൻവറിനേക്കാളും ദീർഘ അനുഭവമുള്ള, രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുഖ്യമന്ത്രി തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടാണോ ഈ അവിടെ ഇരിക്കുന്നത്?
എന്തൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഉപദേശകരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് പറയാൻ സംശയിക്കുന്നുണ്ട്. തെറ്റ് അത് അങ്ങനെ ഒരാളാണോ ചീഫ് മിനിസ്റ്റർ? അങ്ങനെ ആൾ ചീഫ് മിനിസ്റ്റർ ആവാൻ പാടില്ലല്ലോ. തെറ്റിദ്ധരിക്കപ്പെടാം ചീഫ് മിനിസ്റ്റർ, ഈ കാര്യം മാത്രമല്ലോ. അപ്പോൾ എന്നിട്ടും അത്ര കാര്യം പറഞ്ഞിട്ടും നമ്മുടെ CPM പ്രതികൾക്ക് അപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ മാധ്യമങ്ങൾക്ക് പല താല്പര്യമുണ്ട്. പക്ഷേ പാർട്ടി ഇൻറ്റഗ്രിറ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഘട്ടത്തിൽ ആ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് മറുപടി പറയാം, അല്ലാണ്ട് അദ്ദേഹം എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ ഒരു താഴ്മയോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി നിലപാടെടുക്കണം. ഒന്നുകിൽ ആ ആരോപണങ്ങൾ വളരെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനം ഈ CPM-ൻ്റെ അകത്തും അല്ലെങ്കിൽ ഇടതുപക്ഷ കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെ അകത്ത് ഉണ്ട് എന്നും സംശയിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കണം അൻവർ PN ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് വീണ്ടും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു MLA ഇങ്ങനെ പറയുന്നു തോന്നുന്നുണ്ടോ? അപ്പോൾ അത് എന്തോ ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ആ നിലയിൽ അല്ലെങ്കിൽ അത്തരമൊരു ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടായിരിക്കാം ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, ചീഫ് മിനിസ്റ്റർ പോലെ ഇത്രയും സ്റ്റേച്ചർ ലീഡറിനെ ചെറുത്തെൽക്കാനും പുറത്തൊരാൾ ഇറങ്ങുന്നൊരു സ്ഥിതി പോലെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ചീഫ് മിനിസ്റ്റർ വിളിച്ച പത്രസമ്മേളനത്തിന് ശേഷവും PN ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇദ്ദേഹത്തിന് ഒരു വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. അദ്ദേഹം മാതൃകാ പ്രവർത്തനം നടത്തി പറഞ്ഞു. എന്നിട്ടും നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രകാശ് പറഞ്ഞ് ഞാൻ കേട്ടു. അദ്ദേഹം അൻവർ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെളിവ് കൊടുക്കണം അൻവർ. അപ്പോൾ പക്ഷേ ഏത് തരത്തിലും ആരോപണം ഉന്നയിക്കുന്നത് പരിശോധിക്കപ്പെടണം. എന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ള ധ്വനി എന്താണ്? അതിൻ്റെ ധ്വനി എന്തായിരിക്കും? അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ തെളിവ് കൊടുക്കേണ്ടി വരും. തെളിവ് അദ്ദേഹത്തിന്. പക്ഷേ ആ നിലയിൽ ഒരു MLA, ഇടതുപക്ഷ MLA എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പി ശശിക്കെതിരെ പറയാവുന്നതിന്റെ പരമാവധി ശക്തിയിൽ തന്നെ അൻവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതാണ് മുഖ്യമന്ത്രി ഇന്ന് പൂർണ്ണമായും തള്ളിക്കളഞ്ഞത്. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് പ്രധാനമാണ്. ശരി, അത് ശ്രീ എം പ്രകാശൻ മറുപടി നൽകും. ശ്രീ എം പ്രകാശൻ മറുപടി നൽകും. അതാണ് അസ്വാഭാവികത. പാർട്ടി വിരുദ്ധമായി തെറ്റായ കാര്യങ്ങൾ PV അൻവർ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള അൻവർ എങ്ങനെ തുടരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ശ്രീ എം പ്രകാശിൽ നിന്ന് കേൾക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? RSS ADGP കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ മറുപടിയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നേ. ഇതിലെ ഈ മാധ്യമ ചർച്ചകളുടെ ഒരു അധാർമികത ഈ ചർച്ചയും വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സ്മൃതി ഉൾപ്പെടെ 4 പേരും മാർക്സിസ്റ്റ് വിരുദ്ധ ഭാഗത്തും അതിന് മറുപടി പറയാൻ ഞാൻ ഒരാളുമാണ് നിൽക്കുന്നത്. എനിക്ക് മാക്സിമം നിങ്ങൾ തരുന്ന 60 മിനിറ്റിൽ 10 മിനിറ്റാണ്. ഇതൊരു അധാർമികമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ചർച്ചകളിൽ പാർട്ടി പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ആലോചിക്കേണ്ടി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറയാനിടയായിട്ടുള്ളൊരു കാര്യം. ഇനി ആകെ 10 മിനിറ്റേ ഉള്ളൂ ആവശ്യത്തിന് തരാൻ. നിങ്ങൾ ഏതാണ്ട് 40 മിനിറ്റ് നിങ്ങൾ 4 പേര് കൂടി പറഞ്ഞു. പിന്നെ ഏടിന് ആവശ്യത്തിന് തരിക. പിന്നെ ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ട് ഭരിക്കാനൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് 2 തരമില്ല. അത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ RSSകാരുമായിട്ട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് എന്തൊരു വലിയ പ്രയാസ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്. ഇന്ന് മുഖ്യമന്ത്രി ഒരു പുസ്തകത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ? പഴയ DGP ജയറാം പടിക്കലിന്റെ ജീവചരിത്രത്തെ സംബന്ധിച്ചാണ്. അതിൽ അദ്ദേഹം പറയുന്നു, 1991 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും BJPയുമായി ഉണ്ടാക്കിയ സഖ്യത്തിന്റെ ചർച്ചകളിൽ ഞാനാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രി പറഞ്ഞില്ല, ആർക്കെങ്കിലും മറുപടി ഞാൻ അതിനെ പറ്റിയിട്ട്. പിന്നെ നേരിട്ട് തന്നെ KG മാരാർ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ചേർന്ന് നടത്തിയ ചർച്ചകളെ സംബന്ധിച്ച് ചരിത്രത്തിലേക്ക് നോക്കിയാൽ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിലപാടെടുത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരെ ഒരുപാട് കാണാൻ സാധിക്കും. ഈ അടുത്തുപോലും കെ സുധാകരന്റെ പേര് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ശരിയാണ്, സമ്മതിച്ചുകൊണ്ട് പറയും. ഇപ്പോഴത്തെ കാര്യത്തിലുള്ള മറുപടി അതാ ഞാൻ മറുപടിയിലേക്ക് വരാനാണ് ഈ കാര്യം പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ഈ കേരളത്തിലെ പോലീസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാര്യം സംബന്ധിച്ച് നടപടിയെടുക്കും. അന്വേഷണത്തിന്റെ പരിധിയിൽ ആ കാര്യം ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഏതെങ്കിലും പാർട്ടി ആവശ്യത്തിന് വേണ്ടിയിട്ട് പോലീസുകാരെ രാഷ്ട്രീയ പാർട്ടികളെ ചർച്ചകളോട്ട് അയക്കുന്ന ഏർപ്പാട് CPM-നെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുന്ന പ്രശ്നമില്ല. അതല്ല കോൺഗ്രസിന്റെ ഏർപ്പാടാണ്. നേരത്തെ കോൺഗ്രസിന്റെ ഏർപ്പാട് പറയാൻ വേണ്ടിയാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജയറാം പടിക്കലിന്റെ ഈ പുസ്തകത്തെ പരാമർശിച്ചത്.
ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്കറിയാം. പോലീസുകാരെ വിട്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട യാതൊരു ആർഎസ്എസുമായുള്ള എഡിജിപിയുടെ കൂടിക്കാഴ്ച എഡിജിപി നിഷേധിച്ചിട്ടില്ല. ആ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടല്ലോ. അതിലൊരു വിമർശനം പോലും മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ശ്രീ എം പ്രകാശൻ, നമ്മളിവിടെ ടി പി സെൻകുമാറിനെ അതിശക്തമായി വിമർശിക്കുന്ന പിണറായി വിജയനെ കണ്ടിട്ടുള്ളത് ശ്രീ എം പ്രകാശൻ. അല്ല, അത് നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായിരിക്കും. പക്ഷെ മുഖ്യമന്ത്രി ആ വിഷയം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടു അന്വേഷിക്കുമെന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നു, കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്, സ്മൃതി അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ട് ശരിയല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ആടിനെ പട്ടിയാക്കരുത് ദയവ് ചെയ്ത്. ഞാൻ രാഷ്ട്രീയമാണ് ചോദിക്കുന്നത് ശ്രീ എം പ്രകാശ്, താങ്കൾക്ക് അറിയാം. ADGP CPM ആണോ? ഇടത് സർക്കാരിന്റെ പോലീസ് ആരെ കാണുന്നു എന്നത് നിങ്ങളുടെ വിഷയമല്ലേ? അല്ലെങ്കിൽ പറയൂ. അല്ല, പ്രതിപക്ഷ നേതാവിനെ കണ്ടൂടെ? കോൺഗ്രസിനെ കാണാവോ? ലീഗിനെ കാണാൻ പാടുണ്ടോ? നിങ്ങളെന്ത് വിഡ്ഢിത്താണ് പറയുന്നത്? ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒരുപോലെയാണോ? നിങ്ങളിപ്പോ അജിത് കുമാറിനെയും പി ശശിയെയും ഒരുപോലെ പറയുന്നു. അജിത്തും പി ശശി ഒരുപോലെയാ? പി ശശി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഉദ്യോഗസ്ഥൻ ആരെയും കാണാൻ പാടില്ല. അങ്ങനെയുണ്ടോ കോറസ്പോണ്ടന്റില്? നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ നിയമത്തിൽ ഒരു പാർട്ടിക്കാരെയും ഇപ്പൊ പോലീസുകാർ എല്ലാവരും വിളിക്കുന്നില്ലേ? RSSകാർ ഉൾപ്പെടെ യോഗത്തിന് വിളിക്കുന്നില്ലേ? ഞങ്ങളെ വിളിക്കുന്നില്ലേ? ഇവിടെ UDF ഭരിക്കുമ്പോ നിങ്ങൾ എന്ത് വിട്ടിട്ടാണ് പറയുന്നത്? ഒരു കാരണവശാലും RSSനെ കാണാൻ പാടില്ല. അങ്ങനെയുണ്ടോ? എന്ന് പറഞ്ഞ പിണറായി വിജയന് ADGP MR അജിത് കുമാറിന്റെ പോക്ക് എങ്ങോട്ടായാലും പ്രശ്നമില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയരുത്. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി എടുത്തിരിക്കും. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ പോലീസുകാരുടെ അജിത് കുമാറിനെതിരെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ സ്മൃതി നിങ്ങൾക്ക് ഈ കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിക്കണമെന്നുണ്ടാവും. ഇവര് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, കണ്ടു കാണാൻ പാടില്ല. അല്ല മാഷേ, വളരെ ഗുരുതരമായ ആരോപണമാണ്. ജേക്കബ് തോമസ് ഒരു ബുക്ക് എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് നടപടിയെടുത്തത്. മാധ്യമങ്ങൾക്ക് തീവ്രവാദിയെ കൊണ്ടുവരുന്നു എന്ന് സന്ദേശം പോയി എന്ന പേരിൽ ATS തലവനെ അടക്കം നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്യുന്നു, പി വിജയനെ. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ആരോപണമാണ് MR അജിത് കുമാറിനെതിരെ നിങ്ങളുടെ എന്തുകൊണ്ട് ഞാനാണ് പറയുന്നത്. പിന്നെ അതിനിടയ്ക്ക് BJP-കാരൻ പറയേണ്ട കാര്യം എന്താ? ഞാൻ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ RSSകാരെ കാണാനേ പാടില്ല. കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാലോ. കാണാനേ പാടില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കണ്ടത് ശരിയല്ലാത്ത കാര്യമാണെങ്കിൽ നടപടി ഉണ്ടാവും. എന്താ സംശയമുള്ളത്? ഇവിടെ CPM ഭരിക്കുന്ന കാലത്ത് റിപ്പോർട്ട് നൽകിയ ശേഷം നടപടി ഉണ്ടാകും. അതിൽ രാഷ്ട്രീയ നിലപാട് അപ്പോൾ പറയാം അല്ലേ? വ്യക്തത വന്നു ശ്രീ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള അക്കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5 കൊല്ലമായല്ലോ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വേട്ടയാണ് നിങ്ങൾ ഇറങ്ങിയിട്ട്. ഇനി അന്വേഷിക്കാൻ ഏതെങ്കിലും ഏജൻസി ഇന്ത്യക്കകത്ത് ബാക്കിയുണ്ടോ? എന്നിട്ട് ഒരു ചുക്കും കണ്ടുപിടിക്കാനായില്ലല്ലോ. എല്ലാ കേസിന്റെയും ഇത് കൊടുത്തല്ലേ നിങ്ങള്? രാഷ്ട്രീയ മറുപടി കിട്ടിയോ? കിട്ടിയ മറുപടി എന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP-ക്ക് ഏത് RSS നേതാവിനെ എപ്പോഴും കാണുന്നതിനും ഒരു തടസ്സവും ഇല്ല എന്നാണ് ശ്രീ പ്രകാശൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളെ കുറിച്ച് കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും പോലീസിന്റെ സേവനം ഉപയോഗിച്ചിട്ടില്ല
ഇവിടെ പിന്നെ ഒരു വിവാദ നായിക പാർട്ടിക്ക് വേണ്ടി. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്നപ്പോൾ ഇതേ ADGP ഞാൻ പറയട്ടെ, ഇതേ ADGP ഷാജ് കിരൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനെ വിട്ട് ഈ സ്വപ്ന സുരേഷിന്റെ കൂട്ടാളിയുമായി സംസാരിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അവിടെ ഷാജ് കിരൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷാജ് കിരണിന്റെ ഫോണിലേക്ക് ഈ ADGP ഫോൺ ചെയ്തത് ഓർമ്മയുണ്ടോ? ഈ ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് ഓർമ്മയുണ്ടോ? എന്തിന്റെ പേരിലായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി. നിഷേധിക്കാൻ പറ്റുമോ? ഇതേ ADGP അല്ലേ ഉപയോഗിച്ചത്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയം ചുരുക്കം പോലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം, ഇവിടെ അന്വേഷണം നടക്കട്ടെ. എന്ത് അന്വേഷണം പ്രകാശൻ ഇതിന് ഉദ്ദേശിക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ അറിയാവുന്നതല്ലേ? മുഖ്യമന്ത്രി പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി LDF-ൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി എന്തിനു ഒളിച്ചു വെച്ചു? മുഖ്യമന്ത്രി അന്ന് അന്വേഷിച്ചിരുന്നോ എന്തിനാ പോയെന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഒറ്റ മിനിറ്റ് മാത്രമല്ല, കാണുന്നതിൽ എന്താണ് പ്രശ്നം എന്നാണ്. തലയിൽ മുണ്ടിട്ട് വസ്ത്രം മാറി വാഹനം മാറി ഒളിച്ചുപോയി കണ്ടിട്ട് അതിനെക്കുറിച്ച് അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിന്റെ നിജസ്ഥിതി എന്തെന്ന് ഇതുവരെ ബോധ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇനി ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെടൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? മിസ്റ്റർ പ്രകാശൻ, ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം അറിയാം. മുഖ്യമന്ത്രി അറിവോടുകൂടിയാണ് പോയത്, മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് പോയത്, മുഖ്യമന്ത്രിയുടെ കാര്യസാധ്യത്തിലാണ് പോയത്. അതിന് പോയതിനു ശേഷം ഇപ്പൊ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് പോലും മാറ്റാത്തത് എന്ന കാര്യത്തിൽ DGP-യുടെ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ആ റിപ്പോർട്ട് വരട്ടെ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ M. പ്രകാശൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് BG വിഷ്ണു, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ വിഷയത്തിൽ